ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ ഇന്നത്തെ തലമുറ പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ അക്രമാസക്തമായ സ്വഭാവമാണ് അവർക്കുള്ളത്. അതായത് ആത്മഹത്യാ പ്രവണത ഏറെയാണ്. ഒരു 15, 20, 30 വയസ്സിനുള്ളിൽ ഉള്ള കുട്ടികളിൽ ഈ പ്രവണത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ട്? അത് ഒരു മെൻ്റൽ പ്രോബ്ലം തന്നെയാണ്. മൈൻഡിൻ്റെ ഒരു ഡിസോർഡർ തന്നെയാണത്. അതിന് നമുക്ക് മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മെഡിസിൻ ഉണ്ടെന്ന് തന്നെ പറയാം. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ പുറത്തു പറയാനായിട്ട് മടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഒരു മാനസിക രോഗിയാണ് എന്ന് മറ്റുള്ളവർ പറയും എന്ന് ഭയന്നിട്ട് തന്നെയാണ് അവർ അത് പുറത്തു പറയാത്തത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹൈഡ് ചെയ്ത് വയ്ക്കുകയല്ല വേണ്ടത്. ഇത് നമ്മൾ നല്ലൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നൽകുകയാണ് വേണ്ടത്. ചില കേസസുകളിൽ ഇങ്ങനെയുള്ളതിന് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ വെറും കൗൺസിലിംഗ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ ഒരു മെഡിസിൻ്റെയും ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. 1-2 കൗൺസിലിംഗ് കൊണ്ട് ഇങ്ങനെയുള്ള വിഭ്രാന്തി, ആത്മഹത്യാ പ്രവണത ഇല്ലാതാവുക തന്നെ ചെയ്യും. ചിലരിൽ കണ്ടുവരുന്നത് പിടിവാശി, അഹങ്കാരം ഇതൊക്കെ കൊണ്ടാണ്. ചിലരിൽ ചൈൽഡ്ഹുഡിലുണ്ടായ പല ട്രോമാസുകളും ഇതിന് കാരണമാകാറുണ്ട്. പേരൻസ് തമ്മിലുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിൽ അതിന് എന്തൊക്കെയാണ് അത് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഭയന്നിട്ടോ എന്താണോ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഇത് നമ്മൾ മൂടി വയ്ക്കുക അല്ല വേണ്ടത്. നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടിട്ട് എന്താണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോയെങ്കിൽ ഇങ്ങനെയുള്ള ആത്മഹത്യാ പ്രവണതകൾ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഒരിക്കലും ഭയന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെന്തു പറയും എന്ന് വിചാരിച്ച് നമ്മളിത് ഹൈഡ് ചെയ്ത് വയ്ക്കാതെ എവിടെയാണ് ഇതിന് പറ്റിയ നല്ല സൈക്യാട്രിസ്റ്റ് ഉള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് മാതാപിതാക്കൾ നമ്മുടെ മക്കളെ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിൽ ഇതേ പ്രോബ്ലം ഉണ്ടായി. സ്ഥലത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി. അത് ഒന്നൊന്നുമല്ല, ഇപ്പം പല പ്രാവശ്യങ്ങളിലായി. പക്ഷേ അവർക്കത് അവരുടെ അജ്ഞത മൂലമായിരിക്കാം. അവർ ഇതുവരെ അത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിന് പോവുകയോ ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ മുതിരുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് ഒരു ജീവൻ ഇല്ലാതാക്കാമെന്നും മറ്റുള്ളവർക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാമെന്നുമുള്ളതല്ലാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി എന്താണോ അതിന് പരിഹാരമാർഗം ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്.